Good morning. Opening hours with MyFin ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. MyFin റിസർച്ച് ഹെഡ് മിസ്റ്റർ സൂരജ് നായരാണ് കൂടെയുള്ളത്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമ്മളൊരു പുതിയ ട്രേഡിംഗ് വീക്കിലേക്കാണ് കടന്നിരിക്കുന്നത്. ലാസ്റ്റ് ദിവസങ്ങളിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് RBIയുടെ ജംബോ റൈറ്റ് കട്ട് തന്നെയായിരുന്നു. ആ റൈറ്റ് കട്ടിൻ്റെ പിൻബലത്തിൽ പല സെക്ടറുകളിലും റാലി നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴും ഒരു നേട്ടത്തിൽ തന്നെ, ഒരു പോസിറ്റീവ് ടോണിൽ തന്നെയാണ് മാർക്കറ്റ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് പല ഗ്ലോബൽ ക്യൂസും ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സും നമുക്ക് ഇത്തവണ ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ സെഷനിൽ പങ്കുവയ്ക്കാനുണ്ട്. സാർ, മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ദ വീക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ജാസ്മിൻ, വളരെ ഒരു ബിഗ് സ്പോർട്ടിംഗ് വീക്കെൻഡ് ആയിട്ടായിരുന്നു ഈ ഇപ്പോൾ കഴിഞ്ഞു പോയ ഒരു വാരം അവസാനിച്ചത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ബക്രീദ് ഹോളിഡേയ്സ് ആയിരുന്നു. അത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ സാറ്റർഡേയും സൺഡേയും നല്ല രണ്ട് ടെന്നീസ് മാച്ചസ്, ഫ്രഞ്ച് ഓപ്പൺ, റോളൻ ഗാരൽസ് നമുക്ക് കിട്ടി. സാറ്റർഡേ നമുക്ക് ഏതായാലും വിമൻസ് ഫൈനൽ ഉണ്ടായിരുന്നു. അത് കോക്കോ ഗോഫ് സബലിങ്കയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ജയിച്ചു. അത് നല്ല കളിയായിരുന്നു. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നലെ, ശരിക്കും പറഞ്ഞാൽ ഉറക്കം ശരിയായിട്ടില്ല. കാര്യം ഇന്നലത്തെ കളി എന്ന് പറയുന്നത് അൽക്കാരസ് വേഴ്സസ് നമ്മുടെ സിന്നറിൻ്റെ കളി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അത് എന്തൊരു ഫാന്റാസ്റ്റിക് ഗെയിമായിരുന്നു അറിയോ. അതായത് ഏതാണ്ട് ഫ്രഞ്ച് ഓപ്പണിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് മാച്ച്, ഹിസ്റ്ററി ഓഫ് ടെന്നീസിൽ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് മാച്ച് ആയിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു ബ്രിങ്ക് ഓഫ് ഡിഫീറ്റിൻ്റെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ആ യങ്സ്റ്റർ ആയിട്ടുള്ള അൽക്കാരസിൻ്റെ തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കളി തന്നെയായിരുന്നു. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ടെന്നീസ് മാച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ UEFA നാഷണൽസ് ലീഗ് ഫൈനൽ ഉണ്ടായിരുന്നു. രാത്രി ഏതാണ്ട് 12:30 തുടങ്ങിയത്. അതിൽ ഈ പറഞ്ഞ പോലെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ ആയിരുന്നു. അതും ഇതേപോലെ ഒരു ലേറ്റ് നൈറ്റ് മാച്ച്, ഒരു ഫാന്റാസ്റ്റിക് മാച്ച് ആയിരുന്നു. കാര്യം അതിൽ പോർച്ചുഗൽ ജയിച്ചു 5-3. അത് ഏതാണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ജയിച്ചത് നമ്മുടെ ലെജൻഡറി ക്രിക്കറ്ററായ വിരാട് കോഹ്ലിക്ക് ഒരു ഒരു ഗിഫ്റ്റ് ആയിട്ട് അല്ലേ, നമ്മളൊരു അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ ഡെഡിക്കേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോന് ഈ പറഞ്ഞ പോലെ ഈ പോർച്ചുഗലിന്റെ ജയം അതേപോലെ തന്നെ വലിയൊരു കോംപ്ലിമെൻ്റായി മാറട്ടെ എന്ന് പറയണു. ഇപ്പോൾ അതിൽ ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോയാലും നമ്മുടെ കണ്ണെന്നും ഒരു സ്റ്റോക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ അൽക്കാരസ് വേഴ്സസ് സിന്നർ മാച്ച് നടക്കുന്നുണ്ടല്ലോ, അത് എസ്പെഷ്യലി അല്ല, പൊതുവേ ആ ഫ്രഞ്ച് ഓപ്പണിൻ്റെ ആ സെൻറ്റർ കോർട്ടിലല്ല, പൊതുവേ മിക്ക കോർട്ടുകളിലും നമുക്കിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ഹോർഡിങ്സ് കാണുമ്പോൾ റോളക്സ് ആണ് അവരുടെ ടൈം പാർട്ട്നേഴ്സ്. അത് കൂടാതെ എപ്പോൾ നോക്കിയാലും സെർവ് ചെയ്യുമ്പോഴൊക്കെയാണ് ആ ഇൻഫോസിസിൻ്റെ ആ ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫോസിസ് എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഫ്രഞ്ച് ഓപ്പണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഒരുപാട് ഡേറ്റ അനാലിറ്റിക്സും ഇതേപോലെ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും ഒക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നമ്മുടെ പ്രേക്ഷകരെ മുന്നിലേക്ക് വെക്കുന്നു എന്നുള്ള. അപ്പം നമ്മൾ ഈ ഹോർഡിംഗ് കാണുമ്പോൾ നമ്മൾ ഇൻഫോസിസ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു എന്ന് മാത്രം വിചാരിക്കരുത്. അവിടെ ശരിക്കും പറഞ്ഞാൽ അവരൊരു ടെക്നോളജിക്കൽ പാർട്ട്ണറും കൂടെയാണ് റോളൻ ഗാരോസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു എന്നുള്ള. പിന്നെ വീക്കെൻഡിൽ ഞാൻ എല്ലാ പ്രേക്ഷകരോടും പറയണത്, ശരിക്കും ഞാൻ ആക്ച്വലി ഇത് വെള്ളിയാഴ്ച പറയണമെന്ന് വിചാരിച്ചാണ്, ഒരു വീക്കെൻഡ് വാച്ച് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയണമെന്ന് വെച്ചാൽ അത് മൂവിയോ അല്ലെങ്കിൽ ഒരു സീരീസോ ഒന്നുമല്ല. ടാറ്റ ഹാരിയറിന്റെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഈ പറയുന്ന പോലെ ഒരു ആഡ്, ഒരു പ്രൊമോ എന്ന് പറഞ്ഞാൽ ആനപ്പാറ, നമ്മുടെ എലിഫന്റ് റോക്ക് കേരളത്തിലാണ് ഷൂട്ട് ചെയ്തത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാര്യം നമ്മൾ എപ്പോഴും ഈ ടോർക്ക് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെല്ലാവരും ഡ്രൈവിങ്ങിന് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ടോർക്ക് എന്ന് പറയുന്നതാണ് ദ റിയൽ പവർ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും ഒരു ഡീസൽ എഞ്ചിൻ ഫാനായിരുന്നു, പെട്രോൾ എഞ്ചിനേക്കാൾ. ഇപ്പോൾ ആ ഡീസലിനെ കവച്ചു വെച്ച് ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു. ആ ടോർക്കിന്റെ ശക്തി കാണണമെങ്കിൽ ഏതാണ്ട് ഈ പറയുന്ന പോലെ 3937 ഫീറ്റ് ഉയരമുള്ള ഈ ആനപ്പാറയിലെ ആ അവരുടെ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, 3 സ്റ്റേജിലായിട്ടാണ് ഡ്രൈവ് ചെയ്യണത്. ആ 3 സ്റ്റേജിൽ ആദ്യത്തെയും രണ്ടാമത്തെ സ്റ്റേജും റിലേറ്റീവ്ലി അത്ര ടഫ് അല്ലാത്തൊരു കാര്യമാണ്. അവരൊരു 3rd സ്റ്റേജ് ഉണ്ട്, അതൊരു ബീസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ സ്മോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി ഇത് മോളിന്ന് വന്ന് താഴെ വീഴാനായിട്ട്. അത് ഡ്രൈവ് ചെയ്ത ഡോക്ടർ ഫഹദ്, അദ്ദേഹം ഡേർട്ട് ട്രാക്കിന്റെ ഒരു എക്സ്പേർട്ടാണ്, ചാമ്പ്യനാണ്. അദ്ദേഹമാണ് അത് ഡ്രൈവ് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിന് ആവശ്യത്തിന് ഇൻഷുറൻസ് ഒക്കെ ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇറ്റ് വാസ് എ വെരി റിസ്കി ജോബ് ആൻഡ് ഇറ്റ് വാസ് എ വെരി റിസ്കി ഷൂട്ടിംഗ് ദ അവസ്ഥയാണ്. അബ്സല്യൂട്ട്ലി. അപ്പൊ അതിൽ ആ ടാറ്റ EV ഹാരിയർ അത് സ്കെയിൽ ചെയ്ത്, അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ
ഒരു കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ ലാൻഡ് റോവറിനെയും റേഞ്ച് റോവറിനെയും ഈ സെയിം രീതിയിൽ കുറേ ഇതേപോലെ വലിഞ്ഞു കയറുന്ന ഒരു ആഡ് ഉണ്ടായിരുന്നു. അതേ മോഡലിൽ തന്നെയാണ് അവരിപ്പോ ടാറ്റ ഹാരിയറിനും ചെയ്തിരിക്കുന്നതെന്നുള്ള അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള പറ്റുമെങ്കിൽ പ്രേക്ഷകരെല്ലാവരും ഞാനിപ്പോ നോക്കുന്ന സമയത്ത് 6 ദിവസം മുന്നേ ഇട്ടിരുന്ന വീഡിയോ ആണ്. ഇപ്പൊ തന്നെ 5.5 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അബ്സല്യൂട്ട്ലി. ഇപ്പൊ ഞാൻ തന്നെ ഞാനും എന്റെ ഫാമിലിയും ഏതാണ്ട് 5-6 പ്രാവശ്യം വീണ്ടും ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. കാര്യം വെച്ചാൽ അതിനകത്ത് പറയുന്ന സാധാരണക്കാരുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ഞങ്ങളുടെ പൂർവികർ പറയുന്നത് വെച്ചാൽ അവിടെ നമ്മൾ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു 5-6 പ്രാവശ്യമെങ്കിലും മിന്നലടിക്കുന്നതാണ്. കാറ്റ് കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മൾ കിടക്കണം. അത്രയ്ക്കും മാത്രമുള്ള ഒരു അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള ഒരു ഹിൽ ടോപ്പാണ് ഈ ആനമുടി എന്ന് പറയുന്നത്. അതിലേക്ക് ആനപ്പാറ എന്ന് പറയുന്നത്. അതിലേക്ക് പോകുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് മാർക്കറ്റിലേക്ക് തിരിച്ചു വരാം. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഗെയിൻ കംപ്ലീറ്റ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസമാണ് കിട്ടിയത്. അത് RBIയുടെ ഒരു ഡോവിഷ് സർപ്രൈസ് ആണ് മാർക്കറ്റിനെ. ഈ പറഞ്ഞ പോലെ അവർ ഒരു 50 ബേസിസ് പോയിന്റ്സ് കട്ട് എന്നത് ശരിക്കും അവർ ഉദ്ദേശിച്ചത് ഇവിടെ 25 ബേസിസ് പോയിന്റ്സും ഓഗസ്റ്റിൽ 25 ബേസിസ് പോയിന്റ്സും കുറയ്ക്കാനാണ്. ബട്ട് ഗ്രോത്ത് സ്പെർ ചെയ്യാൻ വേണ്ടി, വെച്ചപ്പോൾ ടാരിഫിന്റെ ഷിഷ്യൂ ഉണ്ടല്ലോ, അപ്പൊ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യരുത്. അത് മാത്രമേ ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, വി ആർ ബിഹൈൻഡ് ദ കർവ്. അതായത് 2015 തൊട്ട് 19 ശക്തികാന്ത ദാസ് ഇത്തിരി സ്ലോ ആയിരുന്നു റേറ്റ് കട്ട് ചെയ്യാൻ എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പൊ പൊതുവേ ഈ പറഞ്ഞ പോലെ ആം ചെയർ എക്കണോമിസ്റ്റ്, തിയററ്റിക്കൽ ആയിട്ടുള്ള ആ കാണുന്ന എക്കണോമിസ്റ്റുകളെ മാറ്റിവെച്ച് കുറച്ചുകൂടി ഒരു അഗ്രസീവ് സ്റ്റാൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്ലെയേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നത് 50 ബേസിസ് പോയിന്റ്സ് കട്ടെങ്കിലും വേണം എന്നുള്ളതാണ്. RBI എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓഗസ്റ്റിലെ ആ ഒരു 25 ബേസിസ് പോയിന്റ്സ് കട്ടും കൂടെ ഫ്രണ്ട് ലോഡ് ചെയ്ത് ഈ മാസത്തെയും ഓഗസ്റ്റിലെയും കൂടെ ചേർത്ത് 50 ബേസിസ് പോയിന്റ്സ് കട്ടായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവർ ഡിലേ ചെയ്തില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ CRR കട്ട്, അതായത് 1%, അതായത് 100 ബേസിസ് പോയിന്റ്സിന്റെ CRR കട്ട്. ഈ CRR എന്ന് പറഞ്ഞാൽ ബാങ്ക് അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു കണക്കനുസരിച്ച് അത്രയും റിസർവ്സ് അവർ RBIയിൽ വെക്കണം. ഓക്കെ, അവരുടെ ഡെപ്പോസിറ്റ് എത്രയുണ്ടോ അതിന്റെ ഒരു പെർസെന്റേജ് RBIയിൽ ഒരു കണ്ടിൻജൻസി പോലെ, ഒരു റിസർവ് പോലെ അവർ വെക്കണം. അതിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. ആ CRR 100 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് അത്രയും കുറച്ച് RBIയിൽ വെച്ചാൽ മതി. അതായത് 2.5 lakh crore പൈസയാണ് ബാങ്കിന് ഫ്രീ ആവുന്നത്. അത് വീണ്ടും ലിക്വിഡിറ്റി ഡ്രൈവ് ചെയ്ത് ബാങ്കിലേക്ക് ലെൻഡിങ് കൊടുക്കാൻ. കാര്യം ക്രെഡിറ്റ് ഗ്രോത്ത് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ. 9.8% ആണ് ഇയർ ഓൺ ഇയർ ക്രെഡിറ്റ് ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ ആ ക്രെഡിറ്റ് ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാങ്കുകളുടെ കയ്യിൽ ലിക്വിഡിറ്റി വേണം. കാര്യം ഡെപ്പോസിറ്റ് കുറയുമ്പോൾ ഇത്തിരി ലിക്വിഡിറ്റി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ലെൻഡ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ്സും അല്ലെങ്കിൽ എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ CRR കട്ട് കൂടെ 100 ബേസിസ് പോയിന്റ്സ് കുറയുന്നതോടുകൂടി തന്നെ 2.5 ലക്ഷം രൂപ ഈ ബാങ്കുകളുടെ കയ്യിലേക്ക് വരുന്നു. അത് അവർക്ക് എക്സ്ട്രാ ആയിട്ട് ലെൻഡ് ചെയ്യാം, വിച്ച് വിൽ ഓൾസോ സ്പർ കൺസംഷൻ ആൻഡ് ഗ്രോത്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമുക്കറിയാം കൺസംഷൻ സ്റ്റോക്ക്, കൺസ്യൂമർ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യുന്ന FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനീസ്, അതായത് നമ്മുടെ എന്താ പറയുക ഈ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് അല്ലേ, ജിയോജിത്ത്, IIFL, അങ്ങനത്തെ 360 ഡിഗ്രി അങ്ങനത്തെ കമ്പനികൾക്ക് ഇത് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ PSU ബാങ്ക്സിനും ഈ ബാങ്കിന്റെ കാര്യം നമുക്ക് വളരെ രസം. നമ്മൾ പറഞ്ഞല്ലോ ബാങ്ക് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കുന്നു. ആ ഡെപ്പോസിറ്റ് എടുത്തിട്ട് ബാങ്കിന് സ്വന്തമായിട്ട് കാശില്ല. ബാങ്കിന് ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മൾ 7% പലിശ ബാങ്ക് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ പൈസ എടുത്തിട്ട് നമ്മൾ കോർപ്പറേറ്റ് ലോണായിട്ട് മറ്റുള്ള കമ്പനികൾക്ക് നമ്മൾ ലോൺ കൊടുക്കും. ആ ലോൺ കൊടുക്കുന്നത് 10%, 12%, 13%, 14%, അത് ഓരോ കാറ്റഗറിയിൽ അവർ ലോൺ കൊടുക്കും. ഈ കിട്ടുന്ന ഗ്യാപ്പാണ് ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന പോലെ റെപ്പോ റേറ്റ് കട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം മുതൽ ആൾക്കാർ എടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റിന് അടക്കേണ്ട EMI ഉണ്ടല്ലോ, ആ EMI പെട്ടെന്ന് കുത്തനെ ഫ്ലോട്ടിംഗ് റേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന EMI പെട്ടെന്ന് അങ്ങ് കുറയുകയാണ്. പെട്ടെന്ന് അങ്ങ് കുറയുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റിന് ഇവർക്ക് കുറയ്ക്കാനും പറ്റില്ല. അതായത് ഓൾറെഡി ഡെപ്പോസിറ്റ് 365 ദിവസം അല്ലെങ്കിൽ 272 ദിവസത്തിൽ നമ്മൾ ഓൾറെഡി ഫ്രണ്ട് ലോഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്തു. ആ കമ്മിറ്റ് ചെയ്തത് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. എന്നാൽ പിറ്റേ ദിവസം മുതൽ പല ലോണുകളുടെയും ഇൻട്രസ്റ്റ് ഈൽഡ് കുറയും. അപ്പം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ സാധാരണ ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ നമ്മളെല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത് CRR അല്ല റെപ്പോ റേറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ബാങ്കിങ് സ്റ്റോക്സിന് നല്ലതാണെന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പർട്ടൊക്കെ സ്റ്റോക്കിൽ കാണിക്കുമെങ്കിലും ഒരു ഷോർട്ട് ടു മീഡിയം ടേമിൽ ബാങ്കിങ്ങിന് ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ എഫക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം. എന്നാൽ ലോങ്ങർ ടേമിൽ അഡ്ജസ്റ്റ് ചെയ്തും വരും. ബട്ട് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ CRRും കൂടെ കട്ട് ചെയ്യുന്നതോടുകൂടി ബാങ്കിന് എക്സ്ട്രാ ലിക്വിഡിറ്റി വരുന്നതുകൊണ്ട് ബാങ്കിന് അത്ര പ്രോബ്ലം
പ്രോബ്ലം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഗോൾഡ് ലോൺ കമ്പനീസിന്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. RBIയുടെ ഒരു ഡിസ്കഷൻ പേപ്പർ ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആയിരുന്നു. അതായത് നല്ല റിസൾട്ട് കൊണ്ടുവന്നിട്ടും മണപ്പുറത്തിനും മുത്തൂറ്റിനും IIFL ഫിനാൻസിനും, IIFL ഫിനാൻസ് അത്ര നല്ല റിസൾട്ടാണെന്ന് ഞാൻ പറയില്ല, മറ്റേ രണ്ട് കമ്പനിക്കും നല്ലൊരു ടെയിൽ വിൻഡഡ് ആയിട്ട് പോലും കയറാത്തതെന്ന് വെച്ചാൽ ഈ RBIയുടെ റെഗുലേഷൻ ആയിരുന്നു. ആ റെഗുലേഷൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. RBI പുറത്ത് പറയുന്നത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് NBFCക്കും ബാങ്കിനും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പറയണമെങ്കിലും ഈ പറയുന്ന പോലെ റെസ്ട്രിക്ഷൻസ് കംപ്ലീറ്റ് ഇവരെക്കാട്ടിലും കൂടുതൽ പണയം വയ്ക്കുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഈ പണയം വയ്ക്കുന്നത്? അവർക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടോ? അത് മാത്രമല്ല കൺസംഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണോ, പ്രൊഡക്റ്റീവ് അസറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഗോൾഡ് ലോൺ പ്ലഡ്ജ് ചെയ്യണത്? എങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ കൊണ്ടുവന്നിരുന്നുള്ള വളരെ അനാവശ്യമായിട്ടുള്ള കാര്യം. നന്നായിട്ട് അൺഓർഗനൈസ്ഡ് രീതിയിൽ നിന്ന് ഓർഗനൈസ്ഡ് രീതിയിലേക്ക് മാറിയ ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിലായിരുന്നു ആ ഡിസ്കഷൻ പേപ്പർ വരുന്നത്. ഏതായാലും കഴിഞ്ഞ ആഴ്ച തന്നെ ഗവൺമെന്റ് ഒരു സജഷൻ പറഞ്ഞിരുന്നു, സ്മോൾ ടൈം ബോറോവേഴ്സിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, 2 ലക്ഷത്തിന് താഴെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് മാത്രമല്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യണേ ജാനുവരി 2026 കൂടി വേണം വരാൻ എന്നാണ്. ഏതായാലും ഭാഗ്യമെന്ന് പറയട്ടെ, ഈ RBIയുടെ മോണിറ്ററി പോളിസിയിൽ പ്രത്യേകം RBI ഗവർണർ പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ കൺസിഡറേഷനും എല്ലാ റെപ്രസെന്റേഷനും ഞങ്ങൾ എടുക്കുന്നു, ഞങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഏതാണ്ട് 2.5 ലാക്ക് വരെ ലോൺ എടുക്കുന്നവർക്ക് LTV എന്ന് പറഞ്ഞാൽ 85% ഉയർത്തിയിരിക്കുന്നു എന്നാണ്. 85% നമ്മൾ 100 രൂപ വില വരുന്ന ഗോൾഡ് കൊണ്ട് പണയം വയ്ക്കുകയാണെങ്കിൽ 85% അതിന് നമുക്ക് ലോൺ കിട്ടും എന്നുള്ളതാണ്. 75 എന്നാണ് ഡിസ്കഷൻ പേപ്പറിൽ പറഞ്ഞത്. ഇപ്പൊ 2.5 ലാക്സിന് താഴെയുള്ള എല്ലാ ലോണും 85% LTV. 2.5 to 5 ലാക്സ് വരെ 80%. 5 ലാക്സിന് മുകളിലുള്ളത് വീണ്ടും 75% ആയിട്ട് LTV നിലനിൽക്കുന്നു. ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതാണ്ട് മിക്ക ഗോൾഡ്, ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ അവർ വന്നതെന്ന് വെച്ചാൽ അവരുടെ മിക്ക ലോണുകളും ഈ പറയുന്ന പോലെ ഈ 75% ആണ് LTV അവർ വച്ചിരിക്കുന്നത് എന്നുള്ള. ആ വച്ചതിന് ശേഷം നമ്മൾ ആ പണയം വച്ചതിന് ശേഷം ഗോൾഡിന് പ്രത്യേകിച്ച് ലാസ്റ്റ് 3-4 മാസം ഭയങ്കരമായിട്ട് കയറിയത് കാരണം LTV 60-58% താന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് അവരുടെ ഇതിൽ. അതുപോലെ മുത്തൂറ്റ് ഫിനാൻസിന്റെ ഒരു അപ്ഡേറ്റ് അവർ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ അവർ സെല്ല് ചെയ്തിരുന്നെങ്കിൽ, അവർ ആ ഗോൾഡ് സെല്ല് ചെയ്തിരുന്നെങ്കിൽ ലാസ്റ്റ് 4 മാസത്തെ ഒരു പ്രൈസ് അപ്രീസിയേഷനോ ഗെയിനോ ഇൻവെസ്റ്ററിന് കിട്ടൂലായിരുന്നു. പക്ഷെ ആ ഗോൾഡ് ലോൺ ചെയ്യാൻ പറ്റാവുന്ന ആ ഒരു ഫെസിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ സമയത്ത് പ്ലഡ്ജ് ചെയ്തെങ്കിലും ഈ പറയുന്ന പോലെ അവരുടെ ഗോൾഡിന്റെ വാല്യൂ നന്നായിട്ട് ഉയർന്നു എന്നുള്ളത് അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാധാരണക്കാർക്ക് ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞാൽ എന്നും ഒരു ആശ്രയമായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് തോന്നുന്നു. ഇന്ന് മുത്തൂറ്റ്, മണപ്പുറം, IIFL ഫിനാൻസിലൊക്കെ തന്നെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. മുത്തൂറ്റ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 6%-8% അത് കയറിയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നല്ലോ RBIയുടെ, അതും ഈ ഗോൾഡ് ലോൺ ഫിനാൻസിങ് കമ്പനീസിന് വളരെ നല്ലതാണ്. കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നു. അപ്പൊ കൂടുതൽ ഗോൾഡ് കൊണ്ടുവച്ച് കാശ് എടുക്കാനായിട്ട് ഇമർജൻസി ഫണ്ട് റിക്വയർമെന്റിന് ആൾക്കാർ മിക്കവാറും അത് പോസിറ്റീവായിട്ട് കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6000-ന് മുകളിൽ S&P 500 ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. S&P 500 എനിക്ക് തോന്നുന്നു 1% അപ്പാണ്, നാസ്ഡാക്കും 1% അപ്പായിരുന്നു. ക്രൂഡ് $66 എങ്ങാണ്ടായി, അതായത് 200 DMAക്ക് മുകളിലായി. ക്രൂഡിന്റെ മൂവ്മെന്റ് ചെറുതായിട്ടൊന്ന് ഓപ്റ്റിമിസ്റ്റിക്, ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ് കാണുന്നുണ്ടോ സംശയമുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 25,116 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ബുൾ ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് പറയാം. അപ്സൈഡ് സോൺ ഏതായാലും നമ്മൾ കാണുന്നത് 25,600 to 25,700 ലെവലിലാണ് ഒരു അപ്സൈഡ് സോൺ കാണുന്നത്. ബട്ട് അതിന് ആദ്യം 25,116 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. സപ്പോർട്ട് ഏതാണ്ട് 24,797 ആണ്, അത് 20 DMA ആണെന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. അത് മാത്രമല്ല പിന്നെ അത് താഴോട്ടുള്ളത് ലോ 24,502. അപ്പൊ ഇത്രയും ലെവൽസ് ആണ് മാർക്കറ്റിൽ. ടെക്നിക്കലി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് പ്രദീപാണ് ഇന്ന് ജോയിൻ ചെയ്യണമെന്നല്ലേ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാം. ട്രംപ് വേഴ്സസ് മസ്കിന്റെ കാര്യത്തിൽ, ഈ എലോൺ മസ്കിന്റെ കാര്യത്തിൽ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. സാറ്റർഡേ ട്രംപ് പറയുകയുണ്ടായി. അതേപോലെ മസ്ക് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് നിങ്ങൾ ഈ പറയുന്ന പോലെ അതിനൊരു എന്താ പറയുക ഒരു ഹർഡിലായിട്ട് നിങ്ങൾ പെരുമാറാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ മസ്കിന് വലിയ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു വശത്ത്. മസ്കിന്റെ സ്ഥലത്താണെങ്കിൽ എൻ്റെ പൈസയിൽ നാണമില്ലാതെ ജയിച്ചു എന്ന് ട്രംപിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അലഗേഷൻ നമുക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇതൊക്കെ അവർ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസും ബിസിനസ്മെനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് മാറാം, അല്ലെങ്കിൽ ഇത് വേഴ്സ് ആവുകയും ചെയ്യാം. അത് അങ്ങനത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് വരുന്നത് US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ടോക്ക് UK-ൽ നടക്കണമെന്ന് വിചാരിക്കുന്നു. സ്കോട്ട് ബെസന്റും ലുട്നിക്കും ഒക്കെ ലണ്ടനിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നല്ല രീതിയിൽ
ട്രേഡ് ടോക്ക് പോട്ടെ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വെള്ളിയാഴ്ച വന്ന ഒരു നല്ലൊരു ന്യൂസ് എന്ന് വെച്ചാൽ ഈ ചൈനയുടെ റെയർ എർത്ത് മാഗ്നറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഏതാണ്ട് 6 തൊട്ട് 8 ആഴ്ച വരെയുള്ള സ്റ്റോക്കേ ഈ മാഗ്നറ്റ്സ് ഉള്ളൂ എന്നുള്ളതാണ്. ഈ മോട്ടോറിനും എഞ്ചിനും അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ബട്ട് ചൈന അത് ഏപ്രിൽ മുതൽ റെസ്ട്രിക്ഷൻസ് വെച്ചത് കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത് ഷോർട്ടേജ് ആണ്. 6 തൊട്ട് 8 മാസം വരെ ഉള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രി ബോഡീസ് മിനിസ്ട്രി വഴി നമ്മളൊരു ടോക്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞിരുന്നു യൂറോപ്പിലെ വോക്സ് വാഗൺ പോലത്തെ കമ്പനിക്ക്, എല്ലാ കമ്പനികൾക്കും കിട്ടിയില്ലെങ്കിലും വോക്സ് വാഗണിന് പെർമിറ്റ് കിട്ടി, ഒരു റിലാക്സേഷൻ ചൈനയായിട്ട് കിട്ടി എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷേ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ടോക്കിന്റെ പ്രീകർസർ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. ഈ US ബേസ്ഡ് ആയിട്ടുള്ള 3 ഓട്ടോമോട്ടീവ് കമ്പനി, അതായത് സ്റ്റെലാന്റിസ്, ഫോർഡും ജനറൽ മോട്ടോഴ്സിനും റെസ്ട്രിക്ഷൻസ് ചൈന പതിയെ മാറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ റെസിപ്രോക്കലായിട്ട് ബോയിങ് he has started shipping എന്താ പറയുക പ്ലെയിൻസ് ടു ചൈന. അപ്പോൾ ആ ഗേറ്റ് ഒന്ന് തുറന്നു കിട്ടി. കുറേ നാളായിട്ട് എന്താ പറയുക ഒരു സ്റ്റെയിൽമേറ്റിൽ കിടന്ന ആ ഒരു റിലേഷൻഷിപ്പ് കിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് വളരെ നല്ല കാര്യം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നത് HDFC ബാങ്കിലാണ്. HDFC ബാങ്കിൽ ഈ ലീലാവതി ട്രസ്റ്റ് ഉണ്ട്, അതായത് ബോംബെയിലുള്ള ലീലാവതി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ലീലാവതി ട്രസ്റ്റും HDFC ബാങ്കുമായിട്ട് ഒരു കേസ് ഉണ്ട്. ഏതാണ്ട് 14 കോടിയുടെ ഒരു കടം റിക്കവർ ചെയ്യാനുണ്ട് HDFC ബാങ്ക്. അപ്പോൾ HDFC ബാങ്ക് അതായിട്ട് മുന്നോട്ട് പോകാൻ നേരത്ത് അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ അവരൊരു അലഗേഷൻ റേസ് ചെയ്തു. അതായത് അവരുടെ HDFC ബാങ്കിന്റെ CEO ഉണ്ടല്ലോ ശശിധർ ജഗദീശൻ, ഏതാണ്ട് 2.5 കോടിയോളം 2.05 crores ഏതാണ്ട് അവർ എന്താ പറയുക ഒരു കൈക്കൂലിയായിട്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഈ റിക്കവറി പ്രോസസ്സിനെ ഒരു ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അതൊരു ബേസ്ലെസ് ആൻഡ് മലേഷ്യസ് എന്താ പറയുക അക്യൂസിഷൻ ആണ് എന്നുള്ള രീതിയിൽ HDFC ബാങ്കും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയലായിട്ട് അത് സ്റ്റോക്കിന് വലിയ എഫക്റ്റ് ഒന്നും വരുന്നില്ല. ഈ റിക്കവറിക്ക് കാത്തു നിൽക്കുന്നവർ ഈ പറയുന്ന പോലെ ഓരോ മുടന്ത ന്യായങ്ങളായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് മാർക്കറ്റ് ഇതിനെ കാണുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. അതായത് ഇന്ത്യ ഇൻകോർപ്പറേറ്റിന്റെ ഡിവിഡൻഡ് ഉണ്ടല്ലോ, അതായത് ഈ BSEയിലെ 1218 കമ്പനീസ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് BSE 500 ഉണ്ട്, കുറച്ച് സ്മോൾ ക്യാപ് കമ്പനീസ് ഉണ്ട്, കുറച്ച് മിഡ് ക്യാപ് കമ്പനീസ്, ഇതെല്ലാം ചേർന്ന് ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് ഡിവിഡൻഡ് കൊടുത്തു എന്നുള്ള മ്യൂട്ടഡ് ഗ്രോത്ത് ആയിരുന്നല്ലോ. Q4 എന്ന് പറയുന്നത് അത്ര വലിയ ഗ്രോത്ത് ഒന്നുമില്ല. FY25 ഈ പറയുന്ന പോലെ സൂപ്പർ നാച്ചുറൽ റിട്ടേൺ തന്നതൊന്നും അല്ല, ഒരു ക്വാർട്ടർ അല്ല, അല്ലെങ്കിൽ ഇയർ അല്ല എന്നൂടെ പറഞ്ഞു വെക്കുന്നു. ബട്ട് ഈവൻ ദെൻ FY24 അതായത് കഴിഞ്ഞ കൊല്ലം കൊടുത്ത ഡിവിഡൻഡ് ഈ കമ്പനികൾ കൊടുത്ത് 4.5 lakh crore ആണെങ്കിൽ ഇപ്രാവശ്യം FY25 കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തത് 5 lakh crore ആണ്. ഏതാണ്ട് 10% ഇൻക്രീസ് വന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഡിവിഡൻഡ് കിട്ടി ഇൻസ്പൈറ്റ് ഓഫ് മ്യൂട്ടഡ് ഗ്രോത്ത് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഈ സെയിൽസ് ഗ്രോത്ത്, അതായത് ഈ കമ്പനികളുടെ തന്നെ ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞല്ലോ, ഈ കമ്പനികളുടെ തന്നെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം 155 ലക്ഷം കോടിയാണെങ്കിൽ ഇപ്രാവശ്യം അത് 166 ലക്ഷം കോടിയായി ഉയർന്നിരിക്കുന്നു. അതായത് 7.5% ഗ്രോത്ത് മാത്രമേ വന്നുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ പോലെ ഡിവിഡൻഡ് 10% ഗ്രോ ചെയ്തു എന്നുള്ള. നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം 15.2 lakh crore ആണ്, ഇപ്രാവശ്യം അത് 16 lakh crore ആണ്. അതും നെറ്റ് പ്രോഫിറ്റും 10% ഗ്രോ ചെയ്തു എന്നുള്ള. അപ്പോൾ ഡിവിഡൻഡും നെറ്റ് പ്രോഫിറ്റും 10% ഗ്രോ ചെയ്തു. എന്നാൽ ഈ പറയുന്ന റവന്യൂ 7.5% ഗ്രോ ചെയ്തിട്ടുള്ളൂ. വലിയ കാര്യം. ജസ്റ്റ് ജനങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പറയുന്നത് ടോപ്പ് 5 ഡിവിഡൻഡ് പേയിങ് കമ്പനീസിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. നമ്മുടെ കയ്യിൽ കേദാർ പ്രഭുവും റമീസും സഫ്വാനും ഒക്കെ തന്ന ഒരു ഫിഗേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. TCS ആണ് ടോപ്പ് മോസ്റ്റ് ഡിവിഡൻഡ് പേയിങ് കമ്പനി. 45,600 കോടിയോളം അവർ ഡിവിഡൻഡിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ITC 17,900 crores, ഇൻഫോസിസ് 17,800 crores, വേദാന്ത 17,000 crores, HDFC ബാങ്ക് 16,834 crores. കോൾ ഇന്ത്യ SBI കിടപ്പുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫിഗർ ഉണ്ട്. ടോപ്പ് 5 മാത്രമേ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റോക്ക് ഇൻ ന്യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് പറയാം. സുസ്ലോണിൽ ഇപ്പൊ എല്ലാവരും 100 രൂപയ്ക്ക് താഴെ സ്റ്റോക്ക് ആയതുകൊണ്ട് എല്ലാവരും അതിന്റെ പുറകിലാണ്. സൂപ്പർ നാച്ചുറൽ റിസൾട്ടും കൊണ്ടുവന്ന് സുസ്ലോണിന്റെ എൻക്വയറീസും ക്വയറീസും തട്ടി നമുക്ക് നടക്കാൻ വയ്യാന്നറിയാം. ഇന്നൊരു ബ്ലോക്ക് ഡീൽ അതിനകത്ത് നടക്കുന്നുണ്ട്. അതായത് താന്തി ഫാമിലി, തുളസി താന്തി മരിച്ചുപോയി, അദ്ദേഹമായിരുന്നല്ലോ സുസ്ലോണിന്റെ ചെയർമാൻ എന്നുണ്ട്. തുളസി താന്തി ഫാമിലി സെല്ല് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 20 കോടി ഷെയറാണ് സെല്ല് ചെയ്യുന്നത്. 1295 കോടിയാണ് അത് ഓഫർ സൈസ് എന്നുള്ളത്. 62.7 per ഷെയറിനാണ് അവർ സെല്ല് ചെയ്യണമെന്നുള്ളത്. അത് കഴിഞ്ഞ 6 months പിന്നെ അവർക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, സെല്ല് ചെയ്യാൻ പറ്റില്ല. ബട്ട് നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നുള്ള പ്രൊമോട്ടർ സെല്ലിംഗ് ആണ് ഇതിനകത്ത് നടക്കണേ എന്നുള്ള. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഏഷ്യൻ പെയിന്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബിർള ഓപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ പെയിന്റ് ഡിവിഷൻ പുതിയതായിട്ട് തുടങ്ങിയല്ലോ. അവർ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ഏഷ്യൻ പെയിന്റ്സിനെതിരെ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് 2024 ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കലണ്ടർ ഇയർ, ആ ഡിസംബർ ആ മാസം ഒക്കെയാണ് കൊടുത്തതെന്ന് തോന്നുന്നു. അതായത്
ഈ ഏഷ്യൻ പെയിന്റ്സ് ഉണ്ടല്ലോ ഭയങ്കര അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. അതിനെ വെട്ടിക്കാൻ വേറൊരു കമ്പനിക്കും പറ്റില്ല. ഒരു ഡീലറിന് തന്നെ 3 ദിവസം വേണമെങ്കിൽ സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സപ്ലൈ ചെയിനാണ് ഏഷ്യൻ പെയിന്റ്സിനുള്ളത്. അത് മാത്രമല്ല ഈ ഏഷ്യൻ പെയിന്റ്സിന്റെ സ്ട്രാറ്റജി എന്ന കോവിഡ് വന്നപ്പോൾ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ടല്ലോ, നമ്മുടെ ജംഗ്ഷനിലേക്ക് കാണുന്ന ഏഷ്യൻ പെയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടറിന് ക്യാഷ് ഷോർട്ടേജ് വന്നപ്പോൾ ഇവർ തന്നെ ഫണ്ട് കൊടുത്തു അവർക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ കൂടുതലും ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്ക് അല്ലേ അവർ എടുത്തു വെക്കുള്ളൂ. അതായത് ഇൻവെന്ററി, ഞാൻ പറഞ്ഞ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് അല്ല, ഈ പെയിന്റിന്റെ സ്റ്റോക്ക് ഇൻവെന്ററി എടുത്തു വെക്കുള്ളൂ. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഒരു പണ്ട് റിലയൻസ് ഒക്കെ ചെയ്ത സ്ട്രാറ്റജി. അവരുടെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർ തന്നെ കാശ് കൊടുത്ത് അവർ തന്നെ ബിസിനസ് കൂട്ടും. അപ്പോൾ ഇവർക്കൊരു അഫിനിറ്റി, ഒരു ട്രസ്റ്റും റിലേഷൻഷിപ്പും വരും എന്നുള്ള. അപ്പൊ ഈ കോമ്പറ്റീഷൻ കമ്മീഷനിൽ നമ്മൾ JSW അല്ല ഈ ബിർള ഓപ്പസ് പറഞ്ഞ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ഇങ്ങനത്തെ പ്രാക്ടീസസ് ഇപ്രാവശ്യം അതല്ല അവർ പറഞ്ഞത്. അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും സ്റ്റോക്കിസ്റ്റുകളെയും പേടിപ്പിക്കുന്നു. ഇനി ഞങ്ങൾ ക്രെഡിറ്റ് തരത്തില്ല, ക്രെഡിറ്റ് ഞങ്ങൾ കുറച്ചേ തരത്തുള്ളൂ, ദിവസങ്ങൾ കുറയ്ക്കും, എമൗണ്ട് കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അത് ഈ ബിസിനസ്സിന് നല്ലതല്ല എന്നുള്ള രീതിയിൽ ബിർള ഓപ്പസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് കോമ്പറ്റീഷൻ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ഡിസംബറിലെങ്ങാണ്ട് കൊടുത്തത്. ഏതാണ്ട് ഈ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഓർഡർ പുറത്ത് വരും എന്നുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇത് വ്യക്തിപരമായിട്ട് കാര്യം വെച്ചാൽ അഡാനി പോർട്ടിൽ, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ടല്ലോ, വിഴിഞ്ഞം പോർട്ടിൽ വേൾഡിലെ ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ് ഡോക്ക് ചെയ്യാൻ പോകും. ഇതൊരു ഹിസ്റ്ററി ആണെന്നുള്ള കാര്യം വെച്ചാൽ MSCI ഇറീന IRINA എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്പാണ് വരുന്നത്. അതിന്റെ കപ്പാസിറ്റി എത്രയെന്ന് അറിയോ? 24,346 TEU. അതിന്റെ യൂണിറ്റ് പറയുന്നത് TEU ആണ്. ആ TEU എന്ന് പറയുന്നത് അറിയോ? 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ് ആണ്. ഈ 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ് എന്ന് നമ്മൾ ആ കാണുന്ന കണ്ടെയ്നർ ഇല്ലേ, ആ കണ്ടെയ്നർ ആണ് ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ കപ്പാസിറ്റി സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിന്റെ ലെങ്ത് എത്രയെന്ന് അറിയോ? ഈ കപ്പലിന്റെ 400 മീറ്ററാണ്. 400 മീറ്ററിന് അടുപ്പിച്ച് 399 മീറ്റേഴ്സ് എന്നാണ് എൻ്റെ വിശ്വാസം. 400 മീറ്ററാണ്, ഏതാണ്ട് 61 മീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ലാർജ് ഷിപ്പാണ്. ശരിക്കും പറഞ്ഞാൽ കാണാൻ പോകണം, അത് ഇത്ര ഒരു ഹ്യൂജ് സൈസ് ആയിരിക്കും എന്നുള്ള. അത് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് എത്രയെന്ന് അറിയോ? ഒരു ഫിഫ ഫുട്ബോൾ കോർട്ട് ഉണ്ട്, നമ്മുടെ സാധാരണ കോർട്ടല്ല, ഫിഫയുടെ സ്പെസിഫിക്കേഷനുള്ള ഫുട്ബോൾ കോർട്ടിന്റെ 4 ടൈംസ് ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. സോ അതൊരു കാണാനായിട്ട്, അത് ലൈബീരിയൻ ഫ്ലാഗ് ആണ്. ലൈബീരിയൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ലൈബീരിയൻ കൺട്രിയുടെ അല്ല. നമ്മുടെ ഇവിടെ അടുത്ത കാലത്ത് ഒരു ഷിപ്പിന് ഒരു റക്കേജ് സംഭവിച്ചല്ലോ ഈ അറേബ്യൻ സീയിൽ. അപ്പം നമ്മൾ അത് ഇന്ന ഫ്ലാഗ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അറിവുകൾ കൊണ്ടാണോ എന്നറിയില്ല. ലൈബീരിയൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ലൈബിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി, നമ്മൾ ഈ പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്യില്ല, അതേപോലെ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു കിറ്റക്സിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കിറ്റക്സ് ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ആന്ധ്രാപ്രദേശ് എന്നുള്ളത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. MCS ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവിന് വേണ്ടിയിട്ട് സെബിയുടെ ഒരു നോഡ് കിട്ടി. 2 മാസം മുമ്പേ ഇത് NSEക്ക് കിട്ടിയതാണ്. അതായത് സാധാരണ ഈ ഹെഡ്ജിങ് എന്തിനാന്ന് പറയും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ പ്രൈസ് ഫ്ലക്ച്വേഷനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ജ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ഡെറിവേറ്റീവ് കൊണ്ട്, ഈ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൺസ്യൂമേഴ്സിനും ഈ ജനറേറ്റിംഗ് കമ്പനീസിനും ഒക്കെ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ നിന്ന് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, എല്ലാ മെറ്റൽസും ക്രൂഡും ഒക്കെ നമ്മൾ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിവിടെ ട്രേഡ് ചെയ്യണത് ഹെഡ്ജ് ചെയ്യാനൊന്നുമല്ല എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. നമുക്കിനി സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്കാണ് പോകേണ്ടത്. പക്ഷേ മാർക്കറ്റിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ജാസ്മിൻ ഓവർ ടു യു. ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റിന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് അനിലയാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഈ ഒരു വീക്ക് വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. RBIയുടെ ഭാഗത്തു നിന്നുള്ള ജംബോ റേറ്റ് കട്ട് തന്നെയായിരുന്നു ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പല സെക്ടറുകളിലും, എസ്പെഷ്യലി ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് മേഖലകളിലൊക്കെ തന്നെ വലിയൊരു റാലി നമ്മൾ കണ്ടിരുന്നു. ആ ഒരു റാലിയുടെ കണ്ടിന്യൂവേഷൻ ആണ് പല അനലിസ്റ്റുകളും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും RBIയുടെ ഒരു ജംബോ റേറ്റ് കട്ടിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് അവസാനിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വെള്ളിയാഴ്ചത്തെ ആ ഒരു റാലി ഇന്നും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. 25,106.9 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ ഈ ഒരു 10 മണി സമയത്ത് നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഏകദേശം 102 പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യ മിനിറ്റിൽ 25,160.1 എന്നൊരു ലെവലിലേക്ക് ഉയർന്നു എങ്കിൽ പോലും പിന്നീട് ആ
ഒരു ഹൈ ലെവൽസിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് പരിശോധിക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേറ്റഡ് മോഡിലേക്ക്, അതായത് ഹൈ ലെവൽസിൽ ആ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത വിപണിയിൽ ഹൈ ലെവൽസിൽ കൺസോൾട്ടേഷൻ ആണ് കാണുന്നത്. 25,077 മുതൽ 25,200 വരെയുള്ളൊരു റേഞ്ചിൽ ആ ഒരു 200 പോയിന്റ്സിനകത്താണ് പ്രധാനമായും ഇന്നിപ്പോൾ ഒരു കൺസോൾട്ടേഷനിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ആദ്യ മിനിറ്റിൽ തന്നെ ഒരു ഓൾ ടൈം ഹൈ ലെവലാണ് എത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 57,000 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ടായിരുന്നു ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആദ്യ മിനിറ്റ് രേഖപ്പെടുത്തിയ 57,049.5 എന്ന ലെവലിന് ശേഷം അവിടെ നിന്ന് ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടു എങ്കിൽ പോലും ഇപ്പോഴും ഏകദേശം 57,000 എന്നൊരു ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 56,938.4 എന്ന നിലയിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 360ഓളം പോയിന്റ്സിന്റെ അപ്സൈഡ് മൂവ്മെന്റ് ആണ് കാണുന്നത്. ഏതായാലും നമ്മൾ ഇതിനു മുമ്പ് ഈ ഓപ്പണിംഗ് അവേഴ്സിന്റെ സെഷനിലടക്കം പല ടെക്നിക്കൽ എക്സ്പേർട്സും സൂചിപ്പിച്ചതുപോലെ നിഫ്റ്റിയിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാലിക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ വീണ്ടും ശക്തമായി വരികയാണ്. ഇനി അതിനോടൊപ്പം നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയും എടുത്തു പറയേണ്ടുന്നതാണ്. കാരണം ബാങ്ക് നിഫ്റ്റിയോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തുടർച്ചയായിട്ട് നേട്ടം നൽകി വരുന്ന ഒരു സെക്ടറാണ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചിക. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയും ഇന്നിപ്പോൾ 27,000 എന്നൊരു ലെവൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് മറികടന്നുകൊണ്ട് 27,079.85 എന്ന നിലയിലാണ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം വീണ്ടും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും വീണ്ടും 27,000 എന്നൊരു ലെവൽ മറികടന്നിരിക്കുകയാണ്. 27,007.15 എന്ന നിലയിലാണ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇനി അതിനോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞൊരു വീക്കിലെ തന്നെ ഏറ്റവും അധികം നേട്ടം നൽകിയ ഒരു വീക്കിലി ബേസിസ് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 9% വീക്കിലി ഗെയിൻ നൽകിയ ഒരു സെക്ടറായിരുന്നു നിഫ്റ്റി റിയൽറ്റി സൂചിക. അതായത് ഒരു പക്ഷേ ഒരു RBIയുടെ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷയിലും കൂടുതൽ ഉണ്ടായേക്കാം എന്ന തരത്തിലൊരു റാലി നമുക്ക് ഈ ഒരു റേറ്റ് കട്ടിന് മുമ്പ് തന്നെ റിയൽറ്റി സെക്ടറിൽ കാണാൻ സാധിച്ചിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റി റിയൽറ്റി സൂചികയിൽ നമുക്ക് നേരിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. തുടക്കത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് മൊമെന്റം ഉണ്ടായി എങ്കിൽ പോലും പിന്നീട് ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുകയും ഇപ്പോൾ ഏകദേശം ഒരു ഫസ്റ്റ് ക്യാൻഡിലിന് ആനുപാതികമായിട്ടുള്ള തരത്തിലൊരു കൺസോൾട്ടേറ്റഡ് മോഡിലേക്കുമാണ് നിഫ്റ്റി റിയൽറ്റി സൂചിക നീങ്ങിയിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ഇന്ന് ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്ന സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ, അതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലാണ് ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ഈ ഒരു നിഫ്റ്റി ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസ് സൂചികകൾ ഉൾപ്പെട്ടുള്ള ഓഹരികൾ തന്നെയാണ് കീഴടക്കി വെച്ചിരിക്കുന്നത്. കൊട്ടക് ബാങ്കിന്റെ ഓഹരികൾ 3% മുന്നേറുന്നുണ്ട്. ആക്സിസ് ബാങ്ക്, ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികൾ 2% നേട്ടം നൽകുന്നുണ്ട്. ജിയോ ഫിൻ, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുമ്പോൾ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഈ ഒരു റാലിയിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 0.88% ഒരു ഇടിവിലേക്കാണ് ഭാരതി എയർടെൽ നീങ്ങിയിരിക്കുന്നത്. ഒപ്പം HDFC ലൈഫ്, ICICI ബാങ്ക്, ടൈറ്റൻ, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ ഓഹരികളിലും ഇന്നിപ്പോൾ നമുക്കൊരു സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു RBIയുടെ റേറ്റ് കട്ട് വന്ന സമയത്ത് ഏറ്റവും അധികം സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ ഉറ്റുനോക്കിയിരുന്നത് ഈ ഒരു സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള RBIയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും റെഗുലേഷൻസോ പോളിസി ചേഞ്ചസോ ഉണ്ടാകുമോ എന്നതായിരുന്നു. ആ ഒരു പോളിസി സ്റ്റേറ്റ്മെന്റിൽ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മെൻഷനും ഈ ഒരു ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡ് ലോൺസുമായി ബന്ധപ്പെട്ടിട്ട് RBI സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജൂൺ 6-ാം തീയതി ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഇപ്പോൾ RBI പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കാണ് കിടക്കുന്നത്. ആ ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പല ഗോൾഡ് ലോൺ ബേസ്ഡ് ആയിട്ടുള്ള NBFC ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏതായാലും ഓർഡറിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൊതുവെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസ് ആയിരുന്നു ഇതിനു മുമ്പ് വന്ന ഡ്രാഫ്റ്റിൽ RBI നൽകിയത്. അതായത് ഏകദേശം ലോൺ ടു വാല്യൂ ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും 75% മാത്രമേ വായ്പ നൽകാൻ സാധിക്കുകയുള്ളൂ. അതായത് 1000 രൂപയുടെ സ്വർണ്ണമാണ് നമ്മൾ പണയം വെക്കാൻ കൊണ്ടു ചെന്നതെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 75% മാത്രമേ നമുക്ക് വായ്പ തുകയായിട്ട് ലഭിക്കുകയുള്ളൂ എന്നായിരുന്നു ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിൽ വളരെ
സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസ് ആയിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ, അതായത് ജൂൺ 6 പുറത്തു വന്ന ഓർഡർ പരിശോധിക്കുമ്പോഴേക്കും ലോൺ ടു വാല്യൂ 85% എന്ന നിലയിലേക്കാണ് ലിമിറ്റ്. ഒരു 10% കൂടെ വായ്പാ തുക ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 2.5 ലക്ഷത്തിന് താഴെയുള്ള കൺസംഷൻ ആവശ്യമായിട്ടുള്ള ലോൺസിന് വേണ്ടിയിട്ടാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ 2.5 ലക്ഷം വരെ ഉള്ളവർക്ക് അവരുടെ ക്രെഡിറ്റ് അപ്രൈസലുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു മാൻഡേറ്ററി ആക്ടിവിറ്റി അല്ലെങ്കിൽ മാൻഡേറ്ററി സബ്മിറ്റ് ചെയ്യേണ്ട എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കൃത്യമായി ബോധിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് നിലവിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും തന്നെ RBI നീങ്ങിയിട്ടില്ല. ഏതായാലും ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു ബാങ്കിങ് സെക്ടർ, ഈ ഒരു സ്വർണ്ണ പണയ വായ്പാ സെക്ടറിൽ മോർഗൻ സ്റ്റാൻലി ചില ഓഹരികളെ ടോപ്പ് പിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ വായ്പ നൽകുന്ന മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഈ ഓഹരികൾ ഓൾറെഡി നല്ലൊരു റാലി നൽകിയിട്ടുണ്ട്. ഇനിയും ഒരു റാലിക്കുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മോർഗൻ സ്റ്റാൻലി അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈക്വൽ വെയിറ്റ് ആണ് ഈ ഓഹരികൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികൾക്കും ഓവർ വെയിറ്റ് റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ട് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലും അതിനോടൊപ്പം തന്നെ 2026 സാമ്പത്തിക വർഷത്തിലെ ഏർണിങ്സിനെ സംബന്ധിച്ച് വളരെ സ്റ്റേൺ ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ്സ് ആണ് മാനേജ്മെന്റ് ഭാഗത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വളരെ ശക്തമായിട്ടൊരു റാലിക്കൊരു റൂം ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും മുത്തൂറ്റ് ഫിനാൻസിന്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഇന്നിപ്പോൾ ശക്തമായിട്ടൊരു മൂവ്മെന്റ് തന്നെയാണ് മുത്തൂറ്റ് ഫിനാൻസിലും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും 2% ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യ മിനിറ്റിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻഡസ്ട്രി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ജാസ്മിൻ, ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അനിലയാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് റിസർച്ച് ഡെസ്കിൽ നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. നമുക്കിനി ഏതായാലും മാർക്കറ്റിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 100-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം ഇപ്പോഴും കാണുന്നുണ്ട്. 25,100 എന്നുള്ള ഒരു ലെവല് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുമുണ്ട്. ആ ഒരു RBIയുടെ ജംബോ റേറ്റ് കട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഫ്യൂവലായിട്ട് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയാം. ഈ ഒരു റാലി ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. ഞാൻ 25,125 ഈ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി 50-ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മുന്നേറ്റം നിഫ്റ്റി 50-ൽ പ്രതീക്ഷിക്കാം. അഗെയിൻ സർ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും 0.5% കൂടുതൽ മുന്നേറ്റം, ഏതാണ്ട് 400-ലധികം പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ലെവലൊക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ ഹൈ ലെവൽസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും വെള്ളിയാഴ്ചത്തെ ട്രേഡ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് ലാർജ് പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് മാത്രമേ പങ്കെടുത്തിട്ടുള്ളായിരുന്നു. പബ്ലിക് സെക്ടർ ബാങ്ക്സ് അന്നത്തെ റാലിയിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ നിഫ്റ്റി സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഏകദേശം ഒരു 3/4% നേട്ടം നൽകുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൽ 2% നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയാനുള്ള ഇന്ന് കാലത്ത് പോലും ഞാൻ മാർക്കറ്റ് പ്ലസിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു, സ്മോൾ PSU ബാങ്കിങ് സ്റ്റോക്സ്, അതായത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ഇന്ന് വലിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നു. ഓൾമോസ്റ്റ് 3 to 4% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഔട്ട്ലുക്ക് ഇസ് വെരി വെരി പോസിറ്റീവ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 56,647 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നവർ. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 57,000 പോയിന്റും അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് 57,700 ആയിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ലെവൽസ്.
എസ് പ്രദീപ് സർ, മാർക്കറ്റ് പ്ലസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ഇന്നിപ്പോൾ റിയൽറ്റി മേഖലയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ലാസ്റ്റ് വീക്കിൽ ഏറ്റവും അധികം ഒരു സ്റ്റെല്ലാർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് റിയൽറ്റി തന്നെയാണ്. ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ നമുക്കതിൽ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. റിയൽറ്റിയിൽ ഇനിയും മുന്നോട്ടുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെയധികം മികച്ചൊരു മൂവ്മെന്റ് നൽകിയ ഒരു സെക്ടറാണ് റിയൽറ്റി എന്ന് പറയുന്നത്. പറഞ്ഞത് വളരെ ശരിയാ. സോ റിയാലിറ്റി ഇൻഡെക്സിൽ ഇന്ന് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ 950, 960, 970 ഈ 3 സപ്പോർട്ട്സ് ആയിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സോ റിയാലിറ്റി മേഖല നോക്കുമ്പോഴേക്കും വെദർ ഇറ്റ് ഇസ് സ്മോൾ പ്ലെയർ ഓർ ബിഗ് പ്ലെയർ എല്ലാത്തിലും അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ DLF, ഓബ്റോയ് റിയാലിറ്റി, ഗോദ്രേജ് പ്രോപ്പർട്ടി, ശോഭ, പൂർവങ്കര, പ്രസ്റ്റീജ്, ബ്രിഗേഡ് ഇതിലൊക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. പ്രദീപ് സർ, ഇനിയിപ്പോൾ ആദ്യം ചോദിക്കുന്നത് സ്റ്റോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസിനെ കുറിച്ച് തന്നെയാണ്. 2.5% ഔട്ട് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വർണ്ണപ്പണയ വായ്പാ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് RBIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ റാലി നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ തുടങ്ങിയത്. ഏതായാലും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി മുത്തൂറ്റ് മാത്രമല്ല പല ഗോൾഡ് ലോൺ കമ്പനികളിലും ആ ഒരു മുന്നേറ്റം നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ മുത്തൂറ്റിനെ മാത്രം കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു മുന്നേറ്റത്തോടു കൂടി 1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് പിന്നിടുന്ന ആദ്യത്തെ ഒരു കേരള കമ്പനിയായി മുത്തൂറ്റ് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 lakh crore ഗോൾഡ് AUM കഴിഞ്ഞ് മുന്നേറുകയാണ് കമ്പനിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. മുത്തൂറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹൈ ലെവൽസിൽ ഒരു പുതിയ പൊസിഷൻ അഡ്വൈസബിൾ ആണോ? മുത്തൂറ്റിന്റെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സോ മുത്തൂറ്റിന്റെ കേസിൽ വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് മുത്തൂറ്റ് ഫിനാൻസ് ഇതിന്റെ IPO നാളുകൾ മുതൽ ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് മുത്തൂറ്റ് ഫിനാൻസ് 2011 മെയ് മാസത്തിലായിരുന്നു IPO ആയിട്ട് വന്നത്. അന്ന് 175 രൂപയ്ക്കായിരുന്നു ഈ ഷെയർ വിറ്റത്. കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് റിവാർഡ് നൽകിയിട്ടുണ്ട് ഈ സ്റ്റോക്ക്. ആൻഡ് നമ്മൾ ലോങ് ടേമിലോട്ട് നോക്കുമ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് സ്റ്റോക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗിവൺ അസ് എ ന്യൂ ഓൾ ടൈം ഹൈ. സോ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ നിലനിർത്താൻ സാധിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. യെസ് പ്രദീപ് സർ, ഇനി സ്വിസ്ലോണിലേക്ക് പോയാൽ ഇന്നിപ്പോൾ 1% കൂടുതൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. 67 രൂപ 52 പൈസ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്വിസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രൊമോട്ടറിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ബ്ലോക്ക് ഡീൽ വരുന്നു. താൻഡി ഫാമിലി വഴി 20 കോടി രൂപയുടെ 20 കോടി ഓഹരികൾ വിൽക്കാൻ ഉള്ള ഒരു പദ്ധതിയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രൊമോട്ടർ തന്നെയാണ് ഈ ഒരു സെല്ലിങ്ങിൽ ഉള്ളത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. സ്വിസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം പല നമ്മുടെ ഷോകളിലും ഒരുപാട് പ്രേക്ഷകർ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയ്ക്ക് ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? സ്വിസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ സ്റ്റോക്ക് 69 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 65 രൂപയിലാണ്. എസ് പ്രദീപ് സർ, അടുത്തൊരു സ്റ്റോക്ക് അംബുജ സിമെന്റ് ആണ്. ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അംബുജ സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അംബുജ സിമെന്റിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? അംബുജ സിമെന്റ് കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് വളരെ ലോ റിസ്കിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 560 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ലെവൽ 570, 580, 590.
പ്രദീപ് സാർ, ഇനി അടുത്തൊരു സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാർബൺ ഇലക്ട്രിക് ആർക്ക് ഫർണസ് അധിഷ്ഠിത സ്റ്റീൽ ഉൽപ്പാദന കേന്ദ്രം ഇപ്പോൾ UK-യിൽ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഇടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. 2027 കൂടിയിട്ട് ഈ ഒരു പദ്ധതി പൂർത്തിയാകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ തരത്തിലുള്ള ഒരു കമ്പനിയുടെ എക്സ്പാൻഷൻ പദ്ധതികളൊക്കെ തന്നെ വരുന്നു. ടാറ്റ സ്റ്റീൽ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 157 രൂപ എന്നുള്ളൊരു നിലയിലാണ്. സോ ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇസ് ദാറ്റ് കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 159-160 രൂപയ്ക്ക് ഇടയിലാണ്. സോ ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. 160 ശേഷമുള്ള റെസിസ്റ്റൻസ് 165, 170, 175. മറ്റൊരു സ്റ്റോക്ക് ലാർസൻ ആൻഡ് ട്യൂബ്രോ ആണ്. ഇന്നിപ്പോൾ 6% കൂടുതൽ നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 3682 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ലാർസൻ ആൻഡ് ട്യൂബ്രോയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി L&T ഒരു ഇൻഡെക്സ് ഹെവി വെയ്റ്റ്, ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് കമ്പനി, പ്രൊഫഷണലി റൺ കമ്പനി, ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് എങ്കിലും ആസ് ആൻ ഇൻവെസ്റ്റർ ഈ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു അവസരവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കാര്യം ഈ സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നവംബർ 2023 മുതൽ ഇന്ന് വരെ ഈ സ്റ്റോക്ക് വലിയൊരു സൈഡ് വേസ് പാറ്റേണിലോട്ട് പെട്ടുപോയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 2950 രൂപയും വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് 3925 രൂപയിലും കാണുന്നു. 3925 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്ക് MCX ആണ്. ഇന്നിപ്പോൾ ഒരു ഓൾ ടൈം ഹൈ നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴും 5% കൂടുതൽ നേട്ടമുണ്ട്. MCXനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പുതിയൊരു നോഡ് സെബിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവുകൾ അവതരിപ്പിക്കുന്നതിന് സെബിയിൽ നിന്നുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഒരു വലിയ ഔട്ട് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MCXനെ സംബന്ധിച്ചിടത്തോളം സാറ് മുന്നോട്ട് വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? MCX അണ്ടർടോൺ വെരി വെരി ബുള്ളിഷ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമുക്ക് MCXനോടൊപ്പം തന്നെ മറ്റൊരു ഓൾ ടൈം ഹൈ തുടർച്ചയായിട്ട് 5 ട്രേഡിംഗ് സെഷൻസിൽ നൽകിയൊരു സ്റ്റോക്കായിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ലോങ് ടേമിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾഡ് മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ബട്ട് ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കാര്യം കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഈ 2 സ്റ്റോക്കിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. പ്രദീപ് സാറാണ് ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെയും മാർക്കറ്റിന്റെയും ഒക്കെ ടെക്നിക്കൽ ഔട്ട്ലുക്ക് നൽകിയത്. ഇപ്പോൾ സൂരജ് സാർ, നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ഏതാണ്? ജാസ്മിൻ, ജസ്റ്റ് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഒറ്റ കാര്യം, നമ്മളിപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ പോയിന്റ് ആണല്ലോ. കാര്യം ഗോൾഡ് ലോൺ NBFCക്ക് വളരെ നല്ലൊരു ടെയിൽ വിൻഡ് ഉള്ള ദിവസം തന്നെയാണ് അല്ലേ. ഇപ്പൊ സാധാരണ ഈ മുത്തൂറ്റ് ഫിനാൻസിൽ നമ്മൾ ഒരാഴ്ചത്തെ ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ 9 ലക്ഷം ഷെയർസ് ആണ് ട്രേഡ് ചെയ്യാറ്. അതായത് ഒരു ദിവസം 9 ലക്ഷം ഷെയർ ട്രേഡ് ചെയ്യാറുണ്ട് ഓൺ ആൻ ആവറേജ് ബേസിസ്. മൺഡേ ഡിഫറെന്റ് ആയിരിക്കാം, ട്യൂസ്ഡേ ഡിഫറെന്റ് ആയിരിക്കാം, എങ്കിലും ഒരു ആവറേജ് ഒരു മാസം നോക്കുമ്പോൾ അല്ല ഒരാഴ്ച നോക്കുമ്പോൾ 9 ലക്ഷം ട്രേഡ്. നമ്മൾ ഏതാണ്ട് ഒരു എന്താ പറയുക ഒരു മാസത്തെ നോക്കുകയാണെങ്കിൽ 12 ലക്ഷം ആണ് അതിന്റെ ട്രേഡ്. ലാസ്റ്റ് ഒരാഴ്ച വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, RBIയുടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നത് കാരണം 12 ലക്ഷത്തിൽ നിന്നൊക്കെ കുറഞ്ഞ് ഒരു 9 ലക്ഷത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ മാർക്കറ്റ് തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു മണിക്കൂറേ ഉള്ളൂ. ഇപ്പം തന്നെ 6 ലക്ഷം ക്രോസ് ചെയ്തു എന്നുള്ള. അപ്പോൾ അതിനകത്ത് നല്ലൊരു ബൈയിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു എക്സിറ്റ് നടക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം രണ്ടും നടക്കുന്നുണ്ട്, ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതുകൊണ്ടാണല്ലോ ട്രേഡ് നടക്കുന്നത്. ബട്ട് ബയേഴ്സ് ആണോ കൂടുതൽ സെല്ലേഴ്സ് ആണോ കൂടുതൽ എന്നുള്ളത് നമുക്ക് ദിവസത്തിന്റെ അവസാനം മാത്രമേ, എൻഡ് ഓഫ് ദ ഡേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പ്രേക്ഷകരോട് ഒരു കോഷനും കൂടെ പറഞ്ഞ്, നമ്മൾ ഈ ട്രേഡിംഗ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സിന്റെ ഒരു റഡാർ ഓഫ് സ്റ്റോക്സ് നമ്മുടെ കയ്യിൽ വെക്കുമല്ലോ. ആ സ്റ്റോക്സിന്റെ ഓരോ ദിവസമുള്ള ട്രേഡിംഗ് വോളിയം ഒന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വിചാരിക്കുക സാധാരണ എല്ലാ ദിവസങ്ങളിലും 10 തൊട്ട് 12 ലക്ഷം
ട്രേഡ്സ് അല്ലെങ്കിൽ ഷെയർസ് ട്രേഡ് ചെയ്യുന്ന ഒരു ദിവസം പെട്ടെന്ന് 1 കോടിയും 2 കോടിയും 3 കോടിയും നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തോ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എത്ര ബയേഴ്സ് സെല്ലേഴ്സ് എന്നുള്ള അറിയാൻ പറ്റില്ല. കാര്യം എത്രത്തോളം ബയേഴ്സ് ഉണ്ടോ അത്രത്തോളം സെല്ലേഴ്സ് ഉണ്ട്, എത്രത്തോളം സെല്ലേഴ്സ് ഉണ്ടോ അത്രത്തോളം ബയേഴ്സ് ഉണ്ട്. ബട്ട് അതിനകത്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫിഗർ എന്ന് വെച്ചാൽ ആ ട്രേഡ് ചെയ്യുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡെലിവറി എടുക്കുന്നത് നോക്കാം. അതായത് ഇപ്പോൾ 10 ലക്ഷം ട്രേഡ്സ് നടക്കുന്ന 10 ലക്ഷം ട്രേഡ് നടക്കുന്ന സാധാരണ ആവറേജ് ആയിട്ട് നടക്കുന്ന ഒരു കൗണ്ടറിൽ പെട്ടെന്ന് 2 കോടിയുടെ വോളിയം ബമ്പപ്പ് വന്നു. നെക്സ്റ്റ് ഡേ 1 crore വന്നു. മൂന്നാമത്തെ ദിവസം 3 crore വോളിയം നടന്നു. ഈ 3 ദിവസവും ടോട്ടൽ ട്രേഡ് ചെയ്തതിൻ്റെ 50% മുകളിലും ഡെലിവറി പെർസെൻറ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ബുള്ളിഷ്നെസ് ഹാപ്പനിങ് ഇൻ ദ കമ്പനി, പ്രൊവൈഡഡ് ആ സ്റ്റോക്ക് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ ഡെലിവറി വോളിയൂംസിൻ്റെ കൂടെ തന്നെ ഡെലിവറി ഈ ടോട്ടൽ വോളിയത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡെലിവറിയും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ അതിനകത്ത് കിട്ടാം എന്നുള്ളതാണ്. ഇതറിയാൻ വേറെ ഒന്നുമില്ല. മണി കൺട്രോളിൽ പോയാൽ തന്നെ ഡെലിവറി വോളിയം എന്ന് പറഞ്ഞ് കാണിക്കുന്നു, സ്റ്റോക്ക് എഡ്ജിൽ കാണിക്കാറുണ്ട്. NSEയുടെ സൈഡിൽ 1 കൊല്ലത്തെയോ 1 മാസത്തെയോ 1 ആഴ്ചത്തെയോ 2 ദിവസത്തേക്ക് ഒരു ടൈം ഫ്രെയിം കൊടുത്താൽ കംപ്ലീറ്റ് ടോട്ടൽ എത്ര ട്രേഡ് നടന്നു അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഡെലിവറി നടന്നു എന്നുള്ളത് കാണിക്കുമെന്നുള്ളത് കൂടെ പറഞ്ഞു വയ്ക്കണം. അപ്പോൾ ഞാൻ മുത്തൂറ്റിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഒന്ന് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഞാൻ അവതരിപ്പിക്കാൻ കാര്യം വെച്ചാൽ അതിൽ ശരിക്കും പറഞ്ഞ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനീസിന് കാട്ടിലും വളരെ ഹൈ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സാധാരണ 2 രീതിയിൽ നമുക്കതിനെ കാണാം. ഹൈ പിയിൽ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഈസ് കോസ്റ്റ്ലി കമ്പയർഡ് ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത് നമുക്ക് പറയാമെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ കമ്പനിക്ക് കോമ്പറ്റീറ്റേഴ്സിനെക്കാളും വലിയൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതും ഹയർ PE കൊണ്ട് അങ്ങനത്തെ ഒരു ആംഗിളിലും കാണാം എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റോക്ക് JSW എനർജിയാണ്. JSWന്റെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടാറ്റ പവറും ടോറന്റ് പവറും ആണ്. ഈ 3 കമ്പനികൾ ഏറ്റവും ചീപ്പായിട്ട് ട്രേഡ് ചെയ്യുന്നത് ടോറന്റ് പവറാണ്. ഏറ്റവും പ്രീമിയം ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് JSW എനർജി ആണെന്നുള്ള. അപ്പോൾ JSW എനർജിക്ക് എന്തുകൊണ്ട് ഹയർ മൾട്ടിപ്പിൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽസ് നോക്കുമ്പോൾ അതിനകത്ത് നിരാശപ്പെടേണ്ടതായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. മേ ബി ആ കമ്പനിയുടെ ഹൈ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ ആയിരിക്കാം മാർക്കറ്റ് ഒരു ഹയർ മൾട്ടിപ്പിൾ കൊടുക്കാൻ കാരണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. JSW എനർജി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ടോപ്പ് പ്രൈവറ്റ് പവർ പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ, വൺ ഓഫ് ദ ടോപ്പ് പ്രൈവറ്റ് പവർ പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ. അവർ ബിൽഡ് ചെയ്യും പവർ പ്ലാന്റുകൾ, അവർ ഓൺ ചെയ്യും, റൺ ചെയ്യും പവർ പ്ലാന്റ്സ്. ഇങ്ങനത്തെ രീതിയിലാണ് അവരുടെ ഒരു വാല്യൂ ചെയിൻ അവർക്ക് നടക്കുന്നതെന്നുള്ളത്. അത് അവർ ഒരു സോഴ്സിൽ നിന്ന് മാത്രമല്ല, തെർമൽ അതായത് കോൾ പവർ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോ പവർ ജനറേറ്റ് ചെയ്യുന്നു, വിൻഡ് പവർ ജനറേറ്റ് ചെയ്യുന്നു, സോളാർ പവർ ജനറേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ വിൻഡ് പവറിൻ്റെ ഒരു പ്ലെയർ ആണല്ലോ ഈ സുസ്ലോൺ എനർജി. അതേസമയം JSW എനർജി അങ്ങനെയല്ല, ഈ പറയുന്ന വെർട്ടിക്കലിലൊക്കെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടെന്നുള്ള ഒരു ബിസിനസ് ആണെന്നുള്ളത് പറഞ്ഞു വെക്കണമെന്നുള്ളത്. അവർ ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നു, പവർ ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രേഡിംഗ്. ഈ 3 ആക്ടിവിറ്റിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക 10 ഗിഗാവാട്ടാണ് അവരുടെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 ഗിഗാവാട്ടാണ് അവർ ചെയ്യുന്നത്. അതിൽ 3.5 ഗിഗാവാട്ട്സും അതായത് ഏതായാലും 35% വരുന്നത് തെർമലിൽ നിന്നാണ്. പിന്നെ 1.4 ഗിഗാവാട്ട്സ് ഹൈഡ്രോ പവറിൽ നിന്നാണ്, 2.8 ഗിഗാവാട്ട്സ് വിൻഡ് പവർ ആണ്, 0.7 ആണ് അവരുടെ സോളാർ എന്ന് പറയുന്നത്. അവരെ ഗൈഡ് ചെയ്തിരുന്നത് ഇതിനു മുമ്പ് ഗൈഡ് ചെയ്തിരുന്നത് അവർ 10 ഗിഗാവാട്ട്സിൽ നിന്ന് 2030 20 ഗിഗാവാട്ട്സ് ആയിട്ട് അവർ ഉയർത്തും എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. ഞാൻ ഈ കമ്പനി എടുക്കാനായിട്ടുള്ള 2 കാരണങ്ങളിൽ ഒന്ന് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും ഇതിന്റെ പ്രീമിയം ആണ്, ഈ പ്രീമിയത്തിലാണ് ഇത് ട്രേഡ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം. രണ്ടാമത് കഴിഞ്ഞ മാസം ഇവർ 20 ഗിഗാവാട്ട്സ്, ഇപ്പോൾ 10 ഗിഗാവാട്ട്സ് എന്ന് പറയുന്ന പവർ ഔട്ട്പുട്ടിൽ നിന്ന് 20 ഗിഗാവാട്ട്സ് പവർ ഔട്ട്പുട്ടിലേക്ക് ഇവർ 2030 മാറുന്നതാണല്ലോ പറഞ്ഞു. ഇവർ സൈലന്റ് ആയിട്ടൊരു ഗൈഡൻസ് അവർ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. അവർ 20 എന്നുള്ളത് 30 ഗിഗാവാട്ട്സ് ആക്കി, അതായത് 50% ഇൻക്രീസ് അവരുടെ 2030 ടാർഗറ്റിൽ. അപ്പോൾ 10 നിന്ന് 3 ടൈംസ് പവർ ഔട്ട്പുട്ട് അവർ ഇൻക്രീസ് ചെയ്യിക്കാൻ പോകണമെന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഗൈഡൻസ് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1,30,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫോർ ജനറേഷൻ ആൻഡ് സ്റ്റോറേജ്. അതിന് വേണ്ടിയിട്ട് 1,30,000 കോടി അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അവർ ഏതാണ്ട് 12,500, അതായത് അവർ O2 പവർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ 12,500 crores അക്വയർ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് 4.7 ഗിഗാവാട്ട്സ് പവർ ഔട്ട്പുട്ടുള്ള ഒരു കമ്പനിയാണ് അവർ അക്യൂസിഷൻ എടുത്തത്. കാര്യം ഇവർ ആ ടാർഗറ്റ് എത്തണമെങ്കിൽ ഓർഗാനിക് ഗ്രോത്ത്, അതായത്
ഇവർ സ്വന്തമായിട്ട് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നത് കൂടാതെ ഇനോർഗാനിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വേറെ കമ്പനികളെയും ടേക്ക് ഓവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ, അതിന് വേണ്ടിയിട്ടാണ് ഈ 1,30,000 crore മാറ്റി വയ്ക്കുന്നത്. ഒരു കമ്പനിക്ക് അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, ആ കമ്പനിയുടെ എക്സ്പാൻഷനോ ഗ്രോത്തോ നടത്താൻ വേണ്ടിയിട്ട് ഓർഗാനിക് ആയിട്ടും ഗ്രോ ചെയ്യാം, ഇനോർഗാനിക് ആയിട്ടും ഗ്രോ ചെയ്യാം. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അവർ തന്നെ ഗ്രീൻ ഫീൽഡും അല്ലെങ്കിൽ ബ്രൗൺ ഫീൽഡും കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് പോകണം. 2 ഓപ്പറേഷണൽ ആയിട്ടുള്ള കമ്പനികളെ ഏറ്റെടുത്ത്, അതിനെയാണ് നമ്മൾ ഇനോർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ 2 സ്ട്രാറ്റജിയിലും കൂടെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ JSW എനർജി അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് പെർസ്യൂ ചെയ്യണമെന്നുള്ളത്. അവർ LG എനർജി ആയിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ട്, ഒരു ജോയിന്റ് വെഞ്ചർ. ആ ജോയിന്റ് വെഞ്ചറിന് അവർ 1,500 crore കമ്മിറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് ഏതാണ്ട് അവരുടെ EV സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട്, സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് അവർ LG എനർജി ആയിട്ട് അവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന പ്ലാൻസ് ഒക്കെ അവർ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും JSW എനർജി വളരെ നല്ലൊരു ബിസിനസ് ആണെന്നുള്ളതാണ്. അതുമാത്രമല്ല മാർക്കറ്റിന് JSW എനർജിയെക്കുറിച്ച് വളരെ വലിയ ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൺ എ കമ്പാരിറ്റീവ് ബേസിസ് അത് ഹൈ PE ആണ് ട്രേഡ് ചെയ്യണത്. അത് 20 ഗിഗാവാട്ട് ആക്കും എന്ന് പറഞ്ഞത് വെച്ചിട്ട് കാലം മുതൽ അത് ഹയർ PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. നൗ ദേ ഹാവ് റിവൈസ് ദെയർ ഗൈഡൻസ് ഓർ പവർ ഔട്ട്പുട്ട് ഫ്രം 20 gigawatts to 30 gigawatts, another 50% hike. അപ്പോൾ ആ ഒരു എന്താ പറയുക മാർക്കറ്റിനുള്ള എക്സ്പെക്ടേഷൻ അവർ നിലനിർത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് കാണുന്നത് എന്നുള്ളതാണ്. ആ കമ്പനി ട്രേഡ് ചെയ്യണത് ഏതാണ്ട് 525 രൂപയായിരുന്നു ഫ്രൈഡേത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 91,871 crores. അതായത് ഒരു ലാർജർ മിഡ് ക്യാപ്പ് കമ്പനിയാണെന്നുള്ളത്, എന്നാൽ ലാർജ് ക്യാപ്പ് കമ്പനി അല്ല എന്നുള്ളതാണ്. 47 times ട്രെയിലിംഗ്, അതായത് ഈ 2025 ഉണ്ടായിരിക്കുന്ന ഏർണിംഗ്സ് പെർ ഷെയറിനെ ബേസ് ചെയ്തിട്ട് ട്രെയിലിംഗ് ബേസിസ് 47 timesലാണ് അത് ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അത് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ്ലി പോയിസ്ഡ് ആണ് JSW എനർജി. നമ്മൾ അധികം ഈ എനർജി കമ്പനീസിനെ അങ്ങനെ നോക്കാറില്ല. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട്, നമ്മൾ നേരത്തെ MCXന് ഈ ഇലക്ട്രിസിറ്റി ട്രേഡിങ്ങിൻ്റെ ഒരു ഡെറിവേറ്റീവിൻ്റെ ആ ഒരു പെർമിഷൻ സെബിയുടെ നിന്ന് കിട്ടിയെന്ന് പറയില്ല. ഇന്ത്യയിൽ നന്ദൻ നിലേക്കാനിയുടെ യൂട്യൂബിൽ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, അദ്ദേഹം എന്ന് പറയുന്നത് ഹി ഫോർസീസ് ഫ്യൂച്ചർ അല്ലെ, ഈ UPAയുടെ എന്താ പറയുക ഫാദർ ആണ് അദ്ദേഹം, നന്ദൻ നിലേക്കാനി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എനിക്ക് ഈ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്ററായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നു. കാര്യം അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയിരുന്നല്ലോ ക്യാബിനറ്റിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിൽ. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്ന കാര്യം കണ്ടിന്യൂറ്റിയോടുകൂടി ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോഡിയെ നേരിട്ട് കണ്ടിരുന്നു. ഏതാണ്ട് ചെറിയ നിമിഷങ്ങൾ മാത്രമേ മീറ്റിംഗിന് ചോദിച്ചുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു പ്രപ്പോസൽ കേട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കൂടുതൽ സമയവും നന്ദൻ നിലേക്കാനിക്ക് കൊടുത്ത് അദ്ദേഹം പറഞ്ഞ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോയതാണ് ആ UPAയുടെ സക്സസ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു വിഷണറി തിങ്കിങ് ഉള്ള ആളാണ് ഈ നന്ദൻ നിലേക്കാനി. ഈ നന്ദൻ നിലേക്കാനിയുടെ യൂട്യൂബിലെ ഒരു സ്പീച്ച് ഞാൻ കാണുകയുണ്ടായി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഈ പവർ ട്രേഡിംഗ് ബിസിനസ് ഉണ്ടല്ലോ. പവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പവർ, ഇപ്പോൾ സോളാർ മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കുന്ന പവറിന്റെ എക്സസ് ആയിട്ട് വരുന്ന പവർ നമുക്ക് ട്രേഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ പവർ ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ് ഭയങ്കരമായിട്ടുള്ള ഹ്യൂമങ്കസ് ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ എക്സ്ചേഞ്ച് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിനൊക്കെ വളരെ നല്ലതാണ്. ഈ പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ ശരിക്കും IEX, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ് അതിൻ്റെ താരം എന്ന് പറയുന്നത്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനൊക്കെ വളരെ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പറയുന്ന പോലെ. ബട്ട് മാർക്കറ്റ് അതൊന്നും ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് അറ്റ് എൻ ഏർലി സ്റ്റേജ്. ബട്ട് ഒരു വിഷണറി എന്ന രീതിയിൽ നന്ദൻ നിലേക്കാനി പറഞ്ഞ ആ ഒരു ഗ്രോത്ത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നടക്കുന്നതിനെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ അങ്ങനത്തെ കമ്പനികളെ ഞാൻ സൂക്ഷിച്ചൊന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. IEX എന്ന് പറഞ്ഞ കമ്പനികളെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് വാച്ച് ചെയ്യണമെന്ന് മാത്രം. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞാൻ അങ്ങനെ തള്ളിക്കളയാറില്ല. ബട്ട് ഇതൊക്കെ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്പോട്ട്ലൈറ്റിലെ സ്റ്റോക്ക് പറഞ്ഞതും സ്റ്റോക്ക് ഇൻ ന്യൂസ് പറഞ്ഞുമൊക്കെ നമ്മളൊരു സോളിസിറ്റേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ പ്രേക്ഷകർ കണക്കാക്കരുത്. ഇതൊരു അക്കാഡമിക് പർപ്പസ് ആയിട്ട് മാത്രം കണക്കാക്കുക. നിങ്ങളൊരു രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിനെ കണ്ട് മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.